ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വീടാണ് പരിചയപ്പെടുത്തുന്നത്. രണ്ട് ജില്ലയിലായിട്ട് രണ്ട് അടിപൊളി വീടുകൾ, ഇഷ്ടം പോലെ സ്ഥലവും. ഒരെണ്ണം 96 സെൻറ്റ് സ്ഥലവും വീടും, ഒരെണ്ണം 52 സെൻറ്റ് സ്ഥലവും വീടും. കണ്ട, ഇതുപോലെ രണ്ട് അടിപൊളി വീടുകൾ. എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ. ഇനിയുള്ള നമ്മളുടെ വീഡിയോകളിലൊക്കെ 2-3 വീട് വെച്ചായിരിക്കും കാണിക്കണം. അതായത് ഒരു 3-4 ജില്ലയിലെ 3-4 വീടുകൾ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. കണ്ടോ, വറ്റാത്തൊരു കിണറാണത്. ഇതിലും വലിയൊരു കിണർ ഇതിൻ്റെ ബാക്കിൽ വേറെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ പറമ്പ് നനക്കാൻ വേണ്ടി സ്പ്രിങ്ക്ലറും വെച്ചിട്ടുണ്ട്. വേണ്ട, ഈന്തപ്പനയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണേണ്ട. ഇതൊരു അമേരിക്കക്കാരുടെ വീടാണ്ട. US സെറ്റിലായ ഒരു ഫാമിലിയുടെ വീടാണ്. വേണ്ട, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ആണ്. മംഗോസ്തിയൊക്കെ വെക്കണണ്ട, ജാതി മംഗോസ്തി, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്. അതുപോലെയാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം. അത് ഔട്ട് ഹൗസും ഉണ്ട് കേട്ടോ. ഒരു 500 സ്ക്വയർ ഫീറ്റോളം ഒരു ഔട്ട് ഹൗസും ഉണ്ട്. സർവൻറ്റിനൊക്കെ താമസിക്കുക, ഡ്രൈവർക്ക് താമസിക്കുക. അല്ല, ഇഷ്ടം പോലെ സ്ഥലം. പറമ്പ് നനക്കാനൊക്കെ ഓട്ടോമാറ്റിക്കാണ്ട. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പറമ്പ് താനെ നനഞ്ഞോളും. വേണ്ടത് ഇവിടെ വലിയൊരു കിണർ വേറെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അവർ മീനൊക്കെ വളർത്തിയിരുന്ന വെച്ചാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വെള്ളമുള്ളതുണ്ടോ. ഇഷ്ടം പോലെ ജാതി കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അതായത് ചെറിയ വരുമാനമൊക്കെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും. ജാതിയാണ് ഈ കൂടുതലും നിൽക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയണ്ട, ഇതിൻ്റെ അകത്തൊരു 3-4 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. കാരണം ഇവർക്ക് ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. കണ്ടോ, ഒരു 3-4 വണ്ടി നിരത്തി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികൾ സുഖമായിട്ട് അകത്തോട്ട് കയറ്റിയിടാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അറേഞ്ച് ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു വീട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറാം. അകത്തെ കാഴ്ചകൾ കണ്ടേ. ഇത് വരുന്നത് 52 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടോ. അതും ബസ് റൂട്ട് ഫ്രണ്ടേജ്. ഈ വീടിൻ്റെ ഫ്രണ്ട് ബസ് റൂട്ടാണ്. ഇതാണ് ലിവിങ് ഏരിയ വന്നത്. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം അടക്കമുണ്ട് ഈ വീടിൻ്റെ വിൽപ്പന. വലിയൊരു TVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഈ വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. അതിൻ്റെ നേരെ കാണാൻ അതിൻ്റെ ബാത്റൂമാണ്. അത്യാവശ്യം ഒന്ന് റിനോവേഷൻ വർക്ക് ചെയ്യണം. എന്നാലും ഇതൊന്ന്, കാരണം അകത്ത് എല്ലാവരും പഴയ ഒരു രീതിക്കുള്ളതാണ്. കാരണം ഈ വീടിന് ഏകദേശം ഒരു 30 വർഷം കൊടുക്കിയ പഴക്കമുണ്ട്. പഴക്കമുണ്ടെന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഒരു പൊട്ടൽ പോലും ഇല്ലാണ്ടല്ലോ. വീടെന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. കാരണം പഴയ വീടിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അന്നത്തെ മെറ്റി. കാരണം ഈ മണലും ചുടുകട്ടയൊക്കെ ഉപയോഗിച്ച് പണിതേക്കണ കാരണം ഒരു കുഴപ്പമില്ല. നിങ്ങൾ വന്ന് ഒരു ആർക്കിടെക്റ്റായിട്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അതായത് ഇവിടെയാണെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത് റിനോവേഷൻ ചെയ്തേണേ. ഈ അടുത്തല്ല, കുറച്ചാളായി. ഇതേ 2ാമത്തെ ബെഡ്റൂം. എല്ലാ റൂമിലും AC കാര്യങ്ങൾ, കബോർഡ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അതിൻ്റെ ബാത്റൂമൊക്കെ പഴയതായതുകൊണ്ടാണ് ഞാനത് വലുതായിട്ട് കാണിക്കാത്ത, ഹൈലൈറ്റ് ചെയ്ത്. ഇത് ഡൈനിങ് സെറ്റ് ഇതാണ് കിച്ചണൊക്കെ നല്ല വലിയ കിച്ചണാണ്ട. നല്ല സ്റ്റോറേജ് സ്പേസുള്ള വലിയ കിച്ചണാണ് ഈ വീടിനുള്ളത്. ഇത് സെക്കൻഡ് കിച്ചണൊക്കെ നല്ല സൗകര്യമാണ്. കിച്ചണൊന്നിനും ഒരു സൗകര്യക്കുറവുമില്ല. ഇനി മുകളിൽ 2 ബെഡ്റൂമും കൂടി ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ വേറൊരു സ്പേസ് ഉണ്ട്. അവരിപ്പോൾ പൂജാ റൂമായിട്ടാണ് ഉപയോഗിക്കണം. ഇത് ഈ ലിവിങ് ഏരിയയുടെ തൊട്ട് സൈഡിൽ തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസ് റൂം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇവരിപ്പോൾ ഇൻവെർട്ടറൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. അവരവിടെ ഒരു പൂജാ റൂമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പള്ളി ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന സെൻറ്റ് ജോർജ് ചർച്ചാണ്. അത് ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ചു തരാം. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ബസ്സും കാര്യങ്ങളൊക്കെ പോണത്. വീടിൻ്റെ ഫ്രണ്ടിലാണ് ബസ് നിർത്തുന്നത്. അങ്ങനെ പറയണത് ബെറ്റർ. വീട് ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്താണ് ബസ് നിർത്തുന്നത്. ഇതൊരു ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സ്പേസാണ്. ഇവിടുന്ന് ബാൽക്കണിയിലോട്ട് പോവാം. ഇതൊരു ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്.
ഞാൻ പിന്നെ ബാത്റൂമൊക്കെ പഴയതായതുകൊണ്ടാണ് തുറന്ന് കാണിക്കാത്തത്. കാരണം ബാത്റൂമൊക്കെ പുതിയതാക്കണം. ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട്. ഇതൊരു വലിയൊരു ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പക്ഷേ ബാത്റൂമൊക്കെ ഒരു പഴയ മോഡലാണ്. അതൊക്കെ കുത്തിപ്പൊളിച്ച് കളഞ്ഞ് പുതിയ രീതിക്ക് ആക്കണം. എന്നാൽ മാത്രമേ അതൊരു ഭംഗിയാവുള്ളൂ. ഉള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ ഇവരാണെങ്കിൽ വീടിന് വില ഒന്നും ചോദിക്കണില്ല കേട്ടോ. ഇവർ 52 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ മാത്രമാണ് ചോദിക്കണം. കാരണം ഈ 52 സെൻറ്റ് സ്ഥലത്തിന് അവർ മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ടേ 2 കോടി രൂപയാണ് ചോദിക്കണം. കൂടുതലൊന്നും ചോദിക്കണം. 2.10 ചോദിക്കണം. 2 കോടി രൂപയ്ക്ക് നടക്കും. 2.10 അവർ പറയണ തന്നെ 2 കോടി രൂപയ്ക്ക് സെയിൽ ചെയ്യണം. നമുക്കത് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് വീട്. ഇത്രയും സ്ഥലവുമുണ്ട്. ഇപ്പോൾ ബാൽക്കണി നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് നേരെ കാണുന്ന പള്ളിയാണ്. കണ്ട, ആ നേരെ കാണുന്ന പള്ളിയാണ്. കണ്ട സൂം ചെയ്ത് കണ്ട, ഇത് പള്ളിയാണ് ഈ കാണുന്നത്. ഇതാണ് ബസ് റൂട്ട്. കണ്ട, നേരെ പള്ളി. പള്ളിയുടെ നേരെ മുമ്പിൽ കാണുന്ന വീട്. ഇതാണ് വീട്. അപ്പോൾ പള്ളിയിലൊക്കെ പോകാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. ഇത്രയും സൗകര്യമുള്ള വീടാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. ആ വീട് ഉണ്ട്. ഇത് 2ാമത്തെ വീടാണ്. ആ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ കോലഞ്ചേരി കണ്ട. നമ്മുടെ എറണാകുളം മൂവാറ്റുപുഴ റോഡിൽ കോലഞ്ചേരി. അത് ചൂണ്ടിയിൽ നിന്നും കയറി പോവുക, കോലഞ്ചേരിയിൽ നിന്നും കയറി പോവുക. ഇത് നമ്മുടെ 2ാമത്തെ വീട്. ഇത് 96 സെൻറ്റ് സ്ഥലവും വീടും കണ്ട. ഇഷ്ടം പോലെ കണ്ട, നിറച്ച് വാഴയും തെങ്ങുമാണ്. വാഴയൊക്കെ അവർ വെച്ചേക്കണേണ്ട. മുളകുണ്ട്. അത് ഒരുപാട് കൃഷികൾ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നിലവിൽ ഒരു പാർട്ടിക്ക് 50,000 രൂപയ്ക്ക് വാടക കൊടുത്തേക്കണേണ്. കാരണം മാസം 50,000 രൂപ വാടക കിട്ടണതാണ്. കണ്ട, ഫ്രണ്ട് തന്നെ ബസ് റൂട്ടാണ്. ഇതും വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ബസ് പോകണം. ബസ് റൂട്ട് കണ്ട, ഹൈബ്രിഡ് പ്ലാവും കാര്യങ്ങളൊക്കെയാണ് നിൽക്കണം. ഇഷ്ടം പോലെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ വീഡിയോകളിലൊക്കെ 2-3 വീടങ്ങോട്ട് കാണിക്കും. അപ്പോൾ ഇഷ്ടമുള്ള ഒരു മാർജിൻ ഫ്രീ പോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കണ്ട, ഏത്തവാഴയും അല്ലാത്ത വാഴയും എല്ലാം കൃഷിയാണ്. ഉള്ളിലോട്ട് കംപ്ലീറ്റ് വാഴ വെച്ചേക്കണേണ്. കണ്ട, പറമ്പൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണൂല. ഇവിടെ വന്ന് നേരിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ട, ഇഷ്ടം പോലെ മാവ്. കണ്ട, മാങ്ങയൊക്കെ ഉണ്ടാക്കിക്കണ്ട. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, മാങ്ങ ഉണ്ടാക്കി എടുക്കണ്ട. നമുക്കിപ്പോൾ അവിടെ നിന്ന് വെട്ടോടിക്കണാറോണ് നമുക്ക് അത്രയും ഇതായിട്ട് കാണാൻ പറ്റാത്തത്. കാരണം ആകാശം വെളുത്തിരിക്കണല്ലേ. ഒരു നീല ഷെയ്ഡൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇത്തിരി കൂടി ക്ലാരിറ്റി ആയിട്ട് കാണാമായിരുന്നു. കണ്ട, തൊട്ടിപ്പുറ സൈഡ് അങ്ങനെ അതിൻ്റെ ബാക്കിലേ ഒരു പട്ടിയുണ്ട്. ഡോബർമാനാണേ. വെറുതെ അതിൻ്റെ കടികളുണ്ടെന്ന് തന്നെയാണ് അപ്പുറത്തോട്ട് പോകാഞ്ഞത്. നിങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് അതിനെ പൂട്ടിയിട്ടിട്ട് എല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരാം. അത് വാടകക്കാരുടെ പട്ടിയാണ്. ഇതിന് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് കേട്ടോ. എല്ലാ മതിൽ കെട്ടി തിരിച്ചേക്കണ കാരണം നമുക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ്. അങ്കമാലി അന്നമനട റൂട്ടിലാണ് ഈ വീട് വന്നത്. അതായത് നമ്മുടെ KSRT സ്റ്റാൻഡിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ. എയർപോർട്ടിലോട്ടൊക്കെ നിസ്സാര ദൂരമുള്ളൂ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവരും ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. അങ്കമാലി 4800 സ്ക്വയർ ഫീറ്റ്.